തമിഴിന് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വീഡിയോ ക്ലിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് മക്കളെ. ഞാൻ ഒരിക്കലും ചാനൽ നിർത്താൻ പോകണില്ല. ഒരിക്കലും ഞാൻ ചാനൽ നിർത്താൻ പോകണില്ല. ഈ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അടിപൊളി ഒരു മീനച്ചാറിൻ്റെ വീഡിയോ കൂടെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ ഏകദേശം ഒരു 3 വർഷത്തെ കഷ്ടപ്പാടിന് ചെറിയൊരു അറുതി എന്നുള്ള രീതിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 3 വർഷം 2.25 വർഷമായി തുടങ്ങി. 2022 ജനുവരി 31 നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നില്ല, മിക്ക ദിവസങ്ങളിലും വീഡിയോ ഇടുന്നുണ്ട്. ഏകദേശം 1 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയുക, സ്ഥിരമായിട്ട് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ഷോർട്ടായിട്ടും സാധാ വീഡിയോസായിട്ടൊക്കെ. പക്ഷെ എവിടെ എത്താത്ത കാരണം പിന്നെ ഞാൻ ഒരു 6 മാസത്തോളം നിർത്തി വെച്ചു കേട്ടോ ചാനൽ. നമ്മളതിൽ വണ്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ടി ഞാൻ ഇപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ വണ്ടി പോകുമ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് നിർത്തി വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരു 6 മാസം ഞാനൊരു ഇടവേള എടുത്തിരുന്നു. ഇടവേള മീൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ പിന്നെ ഒന്നും കൂടെ നിരാശയോടെ പിന്മാറരുതെന്നാണല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ ഇട്ട് തുടങ്ങി. അതിപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു, ഒരു 1.25 വർഷമായിട്ട്. 1.25 വർഷമൊക്കെ ആയി. അപ്പോൾ അന്ന് വീഡിയോ ഇട്ടപ്പോഴും ഫസ്റ്റ് കുറച്ചൊക്കെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള രീതിക്ക് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ അതേപോലെ തന്നെ 1 വർഷത്തോളം ഇട്ട് നോക്കിയിട്ട് ഒരു മാറ്റമില്ലാതെ വീണ്ടും ഞാനിപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാറുന്ന പോലത്തെ അവസ്ഥയാണ്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യും, പക്ഷെ അത് എവിടെ ഒന്ന് കയറാൻ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ ഇതിൻ്റെ പിന്നാലെ കൂടും. പക്ഷെ പിന്നെ അങ്ങനെ നിൽക്കുന്ന ടൈമിലാവും ചിലപ്പോൾ ഒരൊറ്റ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിന് ചിലപ്പോൾ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒറ്റയടിക്കണ്ട് കയറും. ടിക്കും വീഴും. ഏത് പച്ച ടിക്ക് എന്നുള്ളത് നേരെ ആരോമാർക്ക് മേലേക്കാവും. ചിലപ്പോൾ താഴേക്ക് കിടക്കണ ആരോമാർക്കായിരിക്കും, അത് മെല്ലെ മേലേക്ക് കയറും. അപ്പോൾ ഒരു പ്രതീക്ഷയാവും. അതിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് പിന്നെ കുറേ കാലം ഈ പച്ച ആരോമാർക്ക് മേലേക്ക് നിൽക്കും. IT സ്റ്റുഡിയോത്തെ കാര്യമായിട്ട് പറയണേ. പിന്നെ അത് ടിക്കാവും, പിന്നെ അത് താഴേക്കാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര നിരാശയൊക്കെ തോന്നും. ആ ടൈമിൽ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ ഏകദേശം 2000-ഓളം ആയല്ലോ. അപ്പോൾ ഒരു പ്രതീക്ഷയാണ്, കുഴപ്പമില്ല അത് കയറിക്കോളും എന്നുള്ളൊരു ചിന്ത വരും. എവിടെ അത് പിന്നെ താഴേക്കന്നെയോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 3ാമത്തെ വെട്ടാണ്. 1 തോറ്റാൽ 3 എന്നാണല്ലോ, 1 പിഴച്ചാൽ 3 എന്നോ, അങ്ങനെ എന്തൊക്കെയോ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് ഏകദേശം ഒരു 10-30 വീഡിയോ ഞാനിതിൽ എടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ. കയറാണെങ്കിൽ കയറട്ടെ, ഇല്ലെങ്കിൽ പിന്നെ നിർത്തും ചെയ്യണം. കാരണം ഇതിൻ്റെ പിന്നാലെ ഓടാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ടീം എന്തായാലും എന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഏകദേശം ഒരു 3 വർഷമായി ഒരു യൂട്യൂബ് ചാനലിൻ്റെ പിന്നാലെ കൂടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2.25 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടു. അത് എവിടെ എത്തിയില്ല, ഫ്ലോപ്പായി പോയി. അതിനുശേഷം പിന്നെ ഒന്ന് നിർത്തി വെച്ചു. പിന്നെ വീണ്ടും ഒരു 6 മാസം ഇട്ടു, അവിടെ ഫ്ലോപ്പായി. പിന്നെ ഇപ്പോൾ വീണ്ടും ഞാനൊരു 5-6 മാസങ്ങൾക്ക് ശേഷം ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. നെഗറ്റീവ് തമിഴിൽ കണ്ടാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താലോ വിചാരിച്ചിട്ടാണ് ഞാൻ ചാനൽ നിർത്തുകയാണെന്ന് പറഞ്ഞത്. നിർത്തണില്ല. കാരണം ഞാൻ ചാനൽ നിർത്തുകയാണ്, ഇനി വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ആ ഒരു മൈൻഡിലെത്തുന്ന ടൈമിൽ അപ്പോൾ എൻ്റെ കുറച്ചൊക്കെ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് കയറി വരും. എനിക്ക് പ്രതീക്ഷ കുഴപ്പമില്ലത്. കാരണം വീഡിയോ ഇടാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറണം, വലിയൊരു കയറില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഷോർട്ടിനോ അല്ലെങ്കിൽ മുന്നിട്ട വീഡിയോസിന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ വരും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇട്ട് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 1 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാ ദിവസവും പറയുമ്പോൾ തന്നെ ഷോർട്ടും സാധാ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. യൂട്യൂബിൻ്റെ ABCD പഠിച്ചു തരുന്നുള്ളതാണ് കേട്ടോ. ഇപ്പോഴും പഠിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, ഇപ്പോഴും ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും 1 വർഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ നിന്നപ്പോൾ ഞാനവിടെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പാക്കിയിരുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിലും തന്നെ ഫസ്റ്റൊക്കെ കുറച്ച് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം അതും അവിടെ അതേപോലെ കിടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഈ ഒരു ചാനലിൽ തന്നെയാണ്, വേറെ ചാനലൊന്നുമല്ല, ഇതിൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാനൊരു 5-6 മാസമൊക്കെ ആയതിനു ശേഷം ഇന്നിപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്ന് പറയാൻ പറ്റും ഇതിലിടയ്ക്ക് 1, 2, 3 ഒക്കെ ആയിട്ട് അപ്പോഴൊക്കെ ആയിട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10, 30, 35 വീഡിയോസോളം ഉണ്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തിനാ വെറുതെ, അപ്പോൾ അത് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടേന്നല്ല, ആ ടൈമിൽ എടുത്ത് വെച്ചതാണ്. എന്തിനാ അത് വെറുതെ എഡിറ്റ് ചെയ്ത സമയങ്ങളാണ്, അതും ഇതേപോലെയൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ ഇട്ടിട്ടില്ല വിചാരിച്ച് കളയാനും തോന്നിയില്ല, എന്നാൽ അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല, ആ ഒരു മട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചെറുതായിട്ടൊരു പ്രതീക്ഷ ഇങ്ങനെ വന്നു തുടങ്ങി. എന്തായാലും എടുത്ത് വെച്ച വീഡിയോസ് മാത്രം ഒന്ന് ഇട്ട് നോക്കാം, കയറുകയാണെങ്കിൽ കയറട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. അപ്പം ഇന്ന് തൊട്ട് എന്തായാലും എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഇടണം. അപ്പോൾ നോക്കട്ടെ, ഇനിയിപ്പോൾ അത് കയറില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാനലും കൊണ്ട് ഉറക്കം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാട്. കാരണം നമുക്ക് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാട്. ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരിയാണ് ടെൻഷൻ. മിനിറ്റിന് യൂട്യൂബ് സ്റ്റുഡിയോ ചെന്നിട്ട് നമ്മൾ നോക്കും, വ്യൂ കൂടിയോ സബ്സ്ക്രൈബ് കൂടിയോ എന്തായതാ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ലാതെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എടുത്ത് വെച്ച വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മാറ്റമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം ഗുഡ് ബൈ പറയാമെന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിന് മുന്നേയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചാനൽ നിർത്താനൊക്കെ കുറേ വീഡിയോ ഇട്ടുണ്ട്, അത് തീരുമാനിച്ചുറപ്പിച്ച കാര്യം തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇടണില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ച് കൂടും, അല്ലെങ്കിൽ കുറച്ചൊരു വ്യൂ ഇങ്ങോട്ട് വരും. കാരണം ചില വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂ വന്നിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഒരു വീഡിയോ അങ്ങനെ വൈറലായ കാര്യമാണ്, പക്ഷേ ഒരു വീഡിയോയ്ക്ക് മാത്രമായിട്ട് കുറച്ചധികം വ്യൂ വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ എനിക്കൊരു ഇത് തോന്നുന്ന കാരണം എന്താ അറിയും, കറക്റ്റ് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ചാനൽ 4000 വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആണ്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ 1 വർഷമായതിനായി, പക്ഷേ വാച്ച് അവർ ആയിട്ടില്ല. ഏകദേശം ഒരു 4000ൻ്റെ എടുത്തെത്താനുള്ള ടൈം ആയപ്പോഴത്തേക്ക് 1 വർഷമായിക്കണേ. അപ്പോൾ എന്താവും, നമ്മൾ കറക്റ്റ് 1 വർഷത്തിന് മുന്നുള്ള വീഡിയോസിന് വന്നിട്ടുള്ള വാച്ച് അവറൊക്കെ കുറഞ്ഞ് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ വെറുതെ വൈറ്റ് സ്റ്റുഡിയോ പോയി നോക്കിയപ്പോൾ ആ 4000ൻ്റെ അടുത്ത് എത്താനുള്ളത് എന്തായിട്ടുണ്ട്, പെട്ടെന്ന് ഒരു 2000 താഴെ ആയിട്ടില്ല, 2100ൻ്റെ താഴെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു 4000 ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇല്ലേ ചാനലൊക്കെ പൂട്ടിക്കെട്ടി വേറെ എന്തെങ്കിലും തൊഴിലുറപ്പ് പണിക്ക് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം വേണം ഓരോന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ വീട്ടിലത്തെ പണി കാര്യങ്ങൾ, പിന്നെ മക്കളെ കാര്യങ്ങൾ, അതിലിടയ്ക്ക് വേറെ ഓരോ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ പ്രശ്നങ്ങൾ മീൻസ് നമുക്ക് സമയമല്ല ഒന്നിനും, ഇന്ന സമയമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്ക് പോകും ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, മടി കൂടുക കേട്ടോ മനസ്സിൽ. പിന്നെന്താ, അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ ഞാൻ ഇന്നോ നാളെയൊന്നും ചാനൽ നിർത്തണില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും 1 വർഷത്തിലിടയ്ക്ക് നമുക്ക് വാച്ച് അവറും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതിപ്പോൾ ഇനി ഈ 2000 എന്നുള്ളതിൽ ഒരു 1000 ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും 1 വർഷത്തിനിടയ്ക്ക് റെഡി ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യം കേട്ടോ. അപ്പം ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം പറയാമെന്ന് വിചാരിക്കരുത്. പിന്നെ ഒപ്പം തന്നെ ഈ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അടിപൊളി ഒരു മീനച്ചാറിൻ്റെ വീഡിയോ കൂടെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് മീനച്ചാറാണ്. അത് നമ്മൾ സാധാ ഒരു മീനച്ചാർ. ഇതൊരു വെറൈറ്റി അച്ചാറാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടേസ്റ്റുണ്ട്. 2-3 മിനിറ്റൊക്കെ നമ്മൾ അച്ചാറിൻ്റെ വീഡിയോ, അപ്പോൾ എല്ലാവരും കാണണം. അതേപോലെ തന്നെ അത് കണ്ടിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ പറയണം, കാരണം കുറച്ച് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ മിസ്സാവും. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണേ. പിന്നെ ചൂട് രക്ഷയില്ല കേട്ടോ. ഭയങ്കര ചൂട്. വേറെ തൊഴുകാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയധികം ചൂടാണ്. പിന്നെ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ 3 വർഷത്തിലിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, മീൻസ് നമ്മളെ പരിധിക്കുള്ളിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ മലപ്പുറം ലൈലാത്താനെ കാണാൻ പോയി. പിന്നെ അതേപോലെ ഓരോരുത്തരുടെ വീഡിയോസിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ കമൻ്റ് എഴുതും.
എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ചില ആൾക്കാരൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ ഒപ്പുണ്ടായിരുന്ന ഒരു മലപ്പുറം വടക്കണി പറഞ്ഞ താത്തട്ടോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഓരോ നേരം തിരക്കായി അങ്ങനെ ഓരോ വഴിക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ സന്തോഷാൻ ഫാമിലി ഇല്ലേ, ഒരു നാടൻ ഫാമിലി, ആ ടീമുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഓരങ്ങോട്ട് ചെല്ലാനും വീഡിയോ എടുക്കാനൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ഇതാണ് ഒരു മടി മനസ്സിൽ പിടിച്ചു. കാരണം എത്ര എന്ത് ചെയ്തിട്ടും ചാനൽ മുന്നോട്ട് പോകണില്ല, പിന്നെ എന്തിനാ ഇഞ്ഞോരെ കാണാൻ പോകണമെന്നുള്ളൊരു ചിന്ത വരും കേട്ടോ. അപ്പം ഓരോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മലപ്പുറം ലൈലാത്താനെ കാണാൻ പോയി. ലൈലാത്തിന് നമ്പറൊക്കെ തന്നിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ വേണ്ട പോലെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, രണ്ടാമത് പോയി വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ തന്നെയാണ്. പക്ഷേ നമ്മളൊരു ഭാഗ്യദോഷം എന്ന് പറയാം. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും കയറിപ്പോണില്ല, വീഡിയോ കയറിപ്പോണില്ല. പക്ഷെ ചില ആളുകളതൊക്കെ 1-2 വീഡിയോ ഇടുമ്പോഴത്തേനും അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും ഒറ്റയടിക്കൊന്നും ഞാൻ ചാനൽ നിർത്തൂല. 1 പേഴ്ച 3 എന്നാണല്ലോ. അപ്പം ഫസ്റ്റ് ഒരു വർഷം, അതിനുശേഷം ഇടവേള 6 മാസം, അതിനുശേഷം വീണ്ടും ഒരു വർഷം, അതിനുശേഷം 2-3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരെ കൊണ്ടും കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്താ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടോക്കി. അപ്പോൾ അങ്ങനെ മീനച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളി പേതൽ മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 1 കിലോ മീനാണ് കേട്ടത്. അപ്പോൾ അത് കുഞ്ഞി കഷ്ണങ്ങളാക്കി കടയിൽ തന്നെ മുറിച്ച് തന്നിരുന്നു. ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വലിയൊരു ചട്ടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് വറുത്ത് കോരിയെടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഏകദേശം ഒരു 3/4 വേവിൽ അധികമായിട്ട് വേവിച്ചിട്ട് വേണം നമ്മൾ വറുത്ത് കോരിയെടുക്കാനേ. ഒരുപാട് അങ്ങോട്ട് മുക്കാനും പാടില്ല, മൂത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിടുന്ന കൂട്ടത്തിൽ തന്നെ അമ്മ തൊട്ടപ്പുറത്ത് പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് നമ്മളെ വീഡിയോസിൽ കേൾക്കും. ഞങ്ങൾ ചോറിനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ചാറിടുന്നത്. അപ്പോൾ അമ്മ ചോറിൻ്റെ പാത്രങ്ങൾ കഴുകിയിരുന്നു. അപ്പോൾ ഈ ഒരു അച്ചാറല്ല നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു അമ്മുക്കുട്ടി ഉണ്ട് കേട്ടോ. അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരിൻ്റെ കയ്യിൽ വാങ്ങി തന്നിട്ട് മീനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അച്ചാറിട്ട് കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞ് വീഡിയോ ആക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അടിപൊളി ടേസ്റ്റുള്ളൊരു മീനച്ചാറിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ളത്. പക്ഷേ മീനച്ചാർ മാത്രമല്ല കേട്ടോ, പിന്നെ ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അനിയത്തീൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾ ഒരു ദിവസം പാടത്ത് തൊഴിലുറപ്പ് പണിയെടുത്തതിന് ശേഷം പിറ്റേന്ന് പോയിട്ട് കളിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ മീനൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് കോരിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഈ ഒരു മീൻ വറുത്തതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളൂ. അച്ചാറിടുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. ഈ അച്ചാർ വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. എനിക്ക് നമ്മളെ പ്രമീള ചേച്ചി പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ശരിക്കും ഇതിൻ്റെ ഒരു മസാല മാത്രം മതിയാകും കേട്ടോ. നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്രത്യേകിച്ച് കറി കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മീനച്ചാറിൻ്റെ. അത് വേറൊരു വെറൈറ്റി തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മൾ അച്ചാർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കോരിയതിന് ശേഷം ഞാൻ രണ്ടാമതൊരു ട്രിപ്പും കൂടെ ഉണ്ട്. കാരണം 1 കിലോ മീനല്ലേ, അത് ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ വറുത്ത് കോരാനായിട്ട് റെഡി ആയി നിൽക്കുകയാണേ. അങ്ങനെ മീനൊക്കെ തലേന്ന് വറുത്ത് കോരി വെച്ചതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അതായത് ഞായറാഴ്ചയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നല്ലോണം നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നേരെ വന്നിട്ട് അച്ചാറിടാനുള്ള പരിപാടിയാണ്.
ചട്ടി വെച്ചു, കടുക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കറിവേപ്പിലിട്ടു. പിന്നെ ഇട്ട് കൊടുക്കണം എന്താണെന്നറിയോ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, ഒരു 1/4 രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ചതച്ചതുമല്ല എന്നാൽ അരച്ചതുമല്ല, ആ ഒരു മട്ടത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ആ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് മീൻസ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ, അതെല്ലാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വെളിച്ചെണ്ണ മീൻസ് സാധാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ തലേന്ന് മീൻ വറുത്ത് കോരി വെച്ചിട്ടില്ലേ, അതിൻ്റെ എണ്ണയാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഞാൻ അച്ചാറിലെന്ന് മാത്രമല്ല എല്ലാത്തിലും അത്യാവശ്യം വാരിക്കോരി തന്നെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ഇതിലും കൂടെ കാണുന്നത്. അപ്പോൾ മസാലയൊക്കെ പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വറുത്ത് കോരുന്നതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് ശരിക്കും മരച്ചട്ടിലാണ് എടുക്കേണ്ടതൊക്കെ, പക്ഷേ ഞാൻ എന്തോ അത് മറന്നു കിട്ടും. പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് സ്പൂൺ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലായി വന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ പൊടി അച്ചാർ പൊടി, സാമ്പാർ പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ സന്തോഷത്തോടെ വാങ്ങൽ ഒരേ ഒരു അച്ചാർ പൊടിയാണ് കേട്ടോ, അത് ഈസ്റ്ററിൻ്റെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതും ഈസ്റ്ററിൻ്റെ അച്ചാർ പൊടി തന്നെയാണ്. അപ്പോൾ ആ അച്ചാർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണ്ട അച്ചാർ പൊടി ഇട്ട് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ആക്കിയതിന് ശേഷമാണ് അച്ചാർ പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് തീ കുറവ് മീൻസ് ചൂട് കുറവാ തോന്നിയപ്പോൾ ഒന്ന് തീ കത്തിച്ച് കൊടുത്തു കേട്ടോ, എന്നിട്ട് സ്പീഡ് കുറച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് കരിയാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൊർക്ക ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റുള്ള മീനച്ചാർ റെഡിയായി. കായപ്പൊടി പറയുമ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ ഇടൂലേ കായം, അപ്പോൾ കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഒന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കായത്തിൻ്റെ പൊടിയാണുള്ളത് കേട്ടോ, അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കണ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, ആ ഒരു ഗ്രേവി മാത്രം മതിയാവും കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്നാമതൊരു അംഗത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ ഒരാൾ സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമാണ് അത് അടുത്തൊരാളെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പം എല്ലാവരും ദൈവത്തെ ഓർത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മടിച്ച് നിൽക്കേണ്ട, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് മറ്റൊരാളെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പേതൽ മീൻ മാത്രമല്ല ഏത് മീൻ വേണേലും നമുക്ക് അച്ചാറിട്ട് കേട്ടോ. കുഞ്ഞിമത്തി, അതേപോലെ തന്നെ കുഞ്ഞി അയില, വത്തൽ, പിന്നെ ചൂത, അങ്ങനെ ഒരുവിധം എല്ലാ മീനും നമുക്ക് അച്ചാറിടാം. പേതൽ ചൂതയ്ക്ക് ആകുമ്പോൾ ഒന്നും കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വർക്കം മീനിട്ട് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ആണെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചില ആളുകളൊക്കെ കാണാൻ തണുത്തതിന് ശേഷം ഒഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള മീനച്ചാർ റെഡി ആയതിനു ശേഷം പിന്നെ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും ഒരു ദിവസം നല്ല ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രിക്കാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് എളുപ്പത്തിന് കത്താൻ വേണ്ടിയിട്ട് ഒരു മണ്ണെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പത്താണ് നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ അനിയത്തിക്കുട്ടി പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുപ്പൊക്കെ ചാണകം തേച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. കാരണം മഴയാകുമ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെയാണ് കത്തിക്കല്. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആയിട്ട് വെയിലായപ്പോഴാണ് പുറത്ത് കത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ നമ്മളടുപ്പ്. ഈ ഒരു അടുപ്പാകുമ്പോൾ വിറകിന് നല്ല ലാഭമാണ്. അടുക്കളയിൽ എത്ര വിറക് തേച്ചാലും തികയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഷെഡ് പോലെ പുറത്തുണ്ടാക്കിയിട്ട് അവിടെ ഒരു അടുക്കള സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അടുപ്പൊക്കെ. അപ്പോൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളിയില്ലേ, ചുമന്നുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ചെറിയ ഉള്ളി എടുക്കുക. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് കൂടും കേട്ടോ. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് നമ്മളെ വീഡിയോ നമുക്ക് സെറ്റാക്കി എടുക്കാം. പക്ഷേ ഇതിങ്ങനെ നമുക്ക് കുറച്ച് സമയവും കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. ഈ ഒരു അടുപ്പത്ത് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം അടുപ്പിനേക്കാളുമാണ് പുകയും പിന്നെ അതേപോലെ തന്നെ വെണ്ണീരും നന്നായിട്ട് കത്തിച്ചു കിട്ടും. അത് വേറൊരു കാര്യം. എന്നാലും ബുദ്ധിമുട്ടാണ് ചില ടൈമിലൊക്കെ ഇതിൽ കത്തിച്ചെടുക്കാൻ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കനും ഇവിടെ കുക്ക് ചെയ്യുന്ന ടൈമിൽ അല്ലൂസിൻ്റെ നല്ല പാട്ടും കരച്ചിലും വർത്താനമൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന്. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ലേശം തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മക്കളും ഭാഗങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് അടിപൊളി മിനിമേലുള്ള പൂക്കളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ വോയിസ് ഓവർ ഇവിടെ നിർത്തുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വീഡിയോ മുഴുവനായിട്ട് കാണാതെ പോകരുത് കേട്ടോ. ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്ന് കാണണേ. അപ്പോൾ ശരി, അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആ സാരില്ല, അത് മഴയത്ത് നിർത്തിട്ടാലും ഉണങ്ങും. അങ്ങനെ നോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണക്കിക്കണം. ഇല്ലേ ഇപ്പം ഏതായാലും കുഴപ്പമില്ല മയ്യേ.
ചേച്ചി കാട്ട് കുട്ടികളെ കാണണോ? ഏട്ടനോട് വരാൻ പറ. ആക്കണടാ ചമ്മലപ്പട്ടക്കോയി എടിയാ കിച്ചുവിനെയും കൂടെ അങ്ങോട്ട് വിടിയടി. നിങ്ങളെന്താ അറിയോ, നിങ്ങളൊക്കെ കിച്ചു കിടുവാ വിടുങ്ങോട്ട് ബാ കിച്ചു ഓനെ കിച്ചോ കിച്ചുസേ. എന്ത് പണി മീൻ പിടിക്കുക കിച്ചിട്ടാ. എടഞ്ഞു കുട്ടിക്കൊന്ന് കോരാൻ കൊടുത്തേ. കിച്ചൂസ് അയ്യോ മീൻ കിട്ടിയോ? കിച്ചു 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 ഒരു ഹായ് പറഞ്ഞ പറയടാ. എന്ത് വരുന്നുണ്ട് കിച്ചു? ഞാൻ മിണ്ടൂല, കിച്ചുവിനോട് മിണ്ടൂല കേട്ടോ, തെറ്റിയമ്മ. അത് നിങ്ങൾ പാവാടയൊന്നും ഇട്ടിട്ടില്ലല്ലോ. സായിട്ടാ സായോ സായ് ഇന്നലെ പോവാനായിരുന്നു ഇന്നലത്തേണത്. കിച്ചു കിച്ച് എന്താ പിന്നെ കുട്ടി കിച്ചു പറഞ്ഞോടാ. മീൻ കിട്ടിയോ? ഹലോ ആ കുഴപ്പമില്ല വെച്ചോ. കുഞ്ഞാവേ കിച്ചു പറ്റൂലട്ടോ. അതെന്താടാ അതെന്താ എട് നോക്ക് കിച്ചോ. എടി മക കിച്ചുവിനോട് മുണ്ടണിട്ടോ, അവനൊന്നും മുണ്ടണില്ല. കിച്ച് കിച്ച് തൊഴിലുറപ്പ് തൊഴിലുറപ്പ്. കിച്ച് എന്താ എന്താ സൈട്ടാ സായ് എന്താ പണി? വീഡിയോ യൂട്യൂബ്. അപ്പൊ ചിരിക്കണത് ഇതാ കണ്ടോ? നിങ്ങൾ മീൻ പിടിക്കുമ്പോ വീഡിയോ ഇടാനേ.
എടി ആ കുട്ടിട്ടാ അങ്ങനെ ആക്കല്ലേ ഓനൊറ്റയ്ക്ക് ചാടിപ്പോ. എന്താ പണി? എന്താ തയ്ക്കണ? ആരും ചെയ്യാം.